ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നീട് സ്റ്റൗവിലേക്ക് കടായി വെക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്പം കറിവേപ്പ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഈ എണ്ണക്കകത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്നവരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സ്മെല്ല് വരുന്ന സമയം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ചൂടാക്കുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ച ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി നമ്മളതിനെ വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം പകുതി ഫ്രൈ ആയിട്ടുണ്ട്. അതിനെ കോരി മാറ്റി വയ്ക്കുക. പിന്നീട് അതേ എണ്ണയിലേക്ക് തന്നെ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. പിന്നീട് നമ്മൾ അതിലേക്ക് അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നീട് 2 ചെറിയ സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമ്മളിതിനെ ഒന്ന് നല്ല കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പം 1-2 പ്രാവശ്യം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിനെ ഒരു കളറൊക്കെ മാറി സവോളയൊക്കെ നന്നായി കുക്ക് ചെയ്ത് വരുന്ന സമയം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി നമ്മൾ സവോള റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റുക. അപ്പം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പം നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്നും കൂടി വഴറ്റുക. പിന്നീട് നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഈ സവോളയും തക്കാളിയും മസാലക്കൂട്ടും എല്ലാം ഈ ചിക്കനിലേക്ക് ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഏകദേശം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രത്തോളം ലൂസ് ഉള്ളതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, ഒന്ന് തിളപ്പിക്കുക. പിന്നീട് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നീട് നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ആ സമയം നമ്മളതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമ്മളിതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം.